ആയിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. മിക്കവരും പറയുന്ന ഒരു പരാതിയാണ് സമോസ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ആ ശരിക്കുള്ള ടേസ്റ്റ് ആ ടെക്സ്ചറും ഒന്നും കിട്ടണില്ല എന്ന്. പക്ഷെ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാം, ശരിക്കും നമ്മളെ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ആ സമോസയുടെ ടേസ്റ്റും ആ ടെക്സ്ചറൊക്കെ കിട്ടും. സാധാരണ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ സമോസ അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് ചെറുതായിട്ട് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ക്രിസ്പി ഒക്കെ ആയിട്ടിരിക്കും, ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ കുറച്ചിങ്ങനെ സോഫ്റ്റ് ഒക്കെ ആയിട്ടുള്ള ടെക്സ്ചർ അല്ലേ. അതേപോലെ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഞാൻ പറയുന്ന പോലെ എല്ലാവരും നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കുക. പിന്നെ ആ സമോസ നമ്മൾ ഫോൾഡ് ചെയ്യുന്നതൊക്കെ അത് കാണിക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. എന്നാൽ മാത്രമേ സമോസയുടെ ശരിക്കുള്ള ഷേപ്പ് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് മോട്ടറോസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പത്തെ ദിവസം അപ്പത്തിന്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ മോട്ടറോസിനും കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പൊ അത് രണ്ടും കൂടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ ആ വീഡിയോയിൽ അപ്പത്തിന്റെ വീഡിയോയിൽ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെള്ളാവലിന് പകരം മറ്റേ കളർ അവലുണ്ടല്ലോ, ബ്രൗൺ കളറുള്ള അവല്, ആ അവല് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന്. ആ അവല് എടുത്താലും ശരിയായിട്ട് വരും, പക്ഷെ ആ അപ്പത്തിന്റെ കളറിൽ ചെറിയൊരു മാറ്റം വരും മാത്രം. പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു. ഇവിടെ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണം. ഇന്നലെ ഞങ്ങൾ ഇവിടെ ഇന്ത്യൻ കടയിൽ പോയിട്ടായിരുന്നു. ഞാൻ ഇന്ത്യൻ കടയിൽ പോയിട്ട് ഇപ്പോൾ കുറേ നാളെത്തിയിട്ട് പോയതാ, ഒരു മാസത്തിട്ട് പോയതാ. കടയിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കടകളിലേക്കും അങ്ങനെ തിരക്കിന് കുറവൊന്നുമില്ല. സാധാരണ ആൾക്കാർ ഉള്ള പോലെ തന്നെ കടയിലൊക്കെ തിരക്കുണ്ട്. പിന്നെ റോഡിലൊക്കെ ഭയങ്കര തിരക്ക് കുറവാണ്, കാരണം ഇവിടെ ഓഫീസും പിന്നെ സ്കൂളും ഒന്നുമില്ലല്ലോ. അപ്പൊ കടയിലേക്ക് പോകുന്ന ആൾക്കാർ മാത്രമേ റോഡിലേക്ക് കാണുള്ളൂ. കടകളിലായിരുന്നാലും ഇവിടെ സാധനങ്ങൾക്കൊന്നും കുറവൊന്നുമില്ല കേട്ടോ. എല്ലാവരും പഴയതുപോലെ തന്നെ സാധനങ്ങളൊക്കെ കിട്ടണൊക്കെയുണ്ട്. പക്ഷെ എല്ലാവരും ഇങ്ങനെ പോക്ക് കുറവൊക്കെയാണെങ്കിൽ എല്ലാവരും പോകുമ്പോൾ ഇങ്ങനെ കുറെ സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങിച്ചു വയ്ക്കുന്നു. അങ്ങനെയൊക്കെ പോണു ഇവിടുത്തെ വിശേഷങ്ങള്. പിന്നെ എല്ലായിടത്തും ഒരേപോലെ തന്നെയുള്ള എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, ഞങ്ങളും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ തണുപ്പ് മാറിയിട്ട് ചെറുതായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ തണുപ്പ് ഇങ്ങനെ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ മഴയാണ്. ഇപ്പം മിക്ക ദിവസം മഴയാണ്. ഇനി ഒരു 2 ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു ചൂടൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഈ നമുക്ക് സമയം കളയാൻ നമ്മുടെ സമോസ നമുക്ക് റെഡിയാക്കിയിട്ട് ഇടുക. അപ്പോൾ നമ്മുടെ സമോസയുടെ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് മൈദപ്പൊടി ആട്ടോ ചേർക്കുന്നത്. കറക്റ്റ് അളവിൽ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പറയുന്ന കറക്റ്റ് വെള്ളം തന്നെ നിങ്ങൾക്ക് മതിയാവും ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. മെഷറിംഗ് കപ്പ് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചായ കുടിക്കുന്ന കപ്പിലും ചെയ്യാം, പക്ഷേ അളവ് വെള്ളത്തിൻ്റെ അളവ് ഒന്നും അപ്പോൾ കറക്റ്റായിട്ട് വരില്ല കേട്ടോ. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. 1 ടീസ്പൂണിൻ്റെ ഒരു പൊടിക്ക് കുറച്ച് ചേർത്താൽ മതി. ഇത് ഇത്രയ്ക്കും ഒന്നുകൊണ്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർക്കണം. ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ ആയിരുന്നാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഓയിൽ പറയുന്ന അത്രയ്ക്ക് തന്നെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ടേബിൾ സ്പൂണിൽ 5 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർക്കുന്നത്. ഇത്രയ്ക്ക് ഓയിൽ ചേർത്താൽ മാത്രമേ നമ്മുടെ സമോസ ശരിക്കും നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങുന്ന ടെക്സ്ചർ കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ ഈ ഇത് 3ഉം കൂടിയിട്ട് നമുക്ക് ഫസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്യാം. കറക്റ്റ് അളവിലാണ് പൊടിയാണ് എടുത്തേക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശം 150 ml വെള്ളം വേണ്ടി വരും. 150 ml വെള്ളം നിങ്ങൾ എടുക്കുക. അതിനകത്ത് നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ കുറവ് വെള്ളമായിരിക്കും ഇതിലേക്ക് നമ്മൾ പൊടി കറക്റ്റാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യം ഉണ്ടാവുക. ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ നോക്കി നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ നോക്കി ഇതേപോലെ നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ ഓയിൽ കറക്റ്റ് 5 ടേബിൾ സ്പൂൺ തന്നെ ചേർക്കാം. ഇനി ഞാനിതിലേക്ക് വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാനിവിടെ 150 ml വെള്ളമാണ് എടുത്തേക്കുന്നത്. അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ വെള്ളത്തിൻ്റെ കുറവ് വരുള്ളൂ. അപ്പോൾ ഇനി വെള്ളം ചേർക്കാണ്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. 150 ml വെള്ളം എടുത്തേന്ന്. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ വെള്ളം മിക്സ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം മൈദപ്പൊടിയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഭയങ്കര ബലം കൊടുത്തിട്ട് മിക്സ് ചെയ്യരുത്. ഫസ്റ്റ് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായി അറിഞ്ഞു കഴിഞ്ഞിട്ട് മാത്രമേ നല്ല ബലം കൊടുത്തിട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൈദപ്പൊടി ഭയങ്കര പശ പോലെ ആയി പോകും. പിന്നെ നമ്മൾ വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതും പിടിക്കൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ വിരൽ മാത്രം വെച്ചിട്ട് നമ്മൾ ഇതേപോലെ നോക്കി ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പൊടി കാണുമ്പോൾ അറിയാൻ വേണ്ടിയിട്ട് പറ്റും വെള്ളത്തിൻ്റെ അളവ് ഒന്ന് കറക്റ്റായിട്ടുണ്ടോയെന്ന്. ഇപ്പോൾ നോക്കി അതിനകത്ത് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ടുണ്ട്. വേണ്ട പൊടിയൊന്നും ഒട്ടും അടിയിൽ സെപ്പറേറ്റ് കിടക്കണില്ല. എല്ലാ പൊടിയും കൂടിയിട്ടാണ് ചേർന്ന് പോയിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല ബലം കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കുക. അത് നമ്മളെപ്പം മൈദപ്പൊടി കുഴയ്ക്കുമ്പോഴായിരുന്നാലും അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നോക്കി ഇതേപോലെ നമ്മളിങ്ങനെ കുഴച്ച് ഇതൊക്കെ കുഴച്ച് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൈദയുടെ ഉള്ളിലേക്ക് വെള്ളം പിടിക്കില്ല. നോക്കിയേ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഈ പൊടി നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് നോക്കിയേ ഇതേപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊടുക്കുക. കണ്ട ഇതേപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ അമർത്തി കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി നമ്മുടെ പൊടി നല്ല സോഫ്റ്റായിട്ട് വരും. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ മാവ് നമ്മൾ ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ തുറന്ന് വയ്ക്കേണ്ട കേട്ടോ.
എന്തെങ്കിലും വെച്ചിട്ട് മൂടിയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ സമോസയിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി എല്ലാ സാധനങ്ങളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന നോക്കിയാൽ ഒരു ചെറിയൊരു സബോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആയിരുന്നാലും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. പിന്നെ മല്ലിയില ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിയിലയും ചേർക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർക്കും. ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങനീരും ചേർക്കും. ഇത് നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാൻ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലായിട്ട് എടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ തന്നെ വേണമെന്നില്ല, നമ്മൾ കറക്കി എടുക്കുന്ന ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. ജീരകം കരിഞ്ഞു പോരുത് കേട്ടോ. തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. സവോളയും ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. ആ ജീരകം ചേർത്ത വഴിക്കാൻ അവിടെ ചേർത്തോട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ജീരകം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിവിടെ നോക്കിയാൽ ഇതേപോലത്തെ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്. ഇത് പുഴുങ്ങിയെടുത്തേക്കുന്നത് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഉടച്ചിട്ട് എടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ, നന്നായിട്ട് വേവണം. എന്നാൽ മാത്രമേ നമുക്ക് ശരിക്കും നന്നായിട്ട് ഉടച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സവോളയ്ക്ക് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. സവോളയ്ക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും അത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടിയും അത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ 2 ഉരുളക്കിഴങ്ങ്, ആ ഉരുളക്കിഴങ്ങ് ഞാനിവിടെ കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ആ ഉരുളക്കിഴങ്ങ് ചേർക്കാം. എന്നാൽ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മല്ലിയിലയും ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം കേട്ടോ. ഉപ്പൊക്കെ ചേർക്കുമ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങനീരും ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. കാരണം ഗരം മസാല ചേർക്കുന്നതിന് അതിനെ കറക്റ്റായിട്ടൊരു അളവില്ല കേട്ടോ. ഇനി ഇതിപ്പോൾ എല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് തോന്നാണ് ഗരം മസാല കുറച്ചുകൂടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ തീ ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഫില്ലിങ്ങിനുള്ള മസാല. മാവ് നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അരമണിക്കൂറിൽ കൂടുതൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറൊന്നും വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ. ഒരുപാട് സമയം കൊണ്ട് വയ്ക്കണ്ട. ഒരു മാക്സിമം ഒരു 1.5 മണിക്കൂർ വരെ വയ്ക്കാം. പക്ഷെ അരമണിക്കൂർ എന്തായിരുന്നാലും വെക്കണം കേട്ടോ. ഇതേപോലെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ റോൾ ചെയ്യുക. എന്നിട്ട് ഇത് നമുക്കിങ്ങനെ ഓരോ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഇത് രണ്ടാമത് നമ്മൾ ഇനി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് പോകണ്ട കേട്ടോ. ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ എവിടെ കനം കൂടുതലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കണം. അല്ലെങ്കിൽ ഈ തുമ്പ് മാത്രം ഭയങ്കര കനം കുറഞ്ഞു പോകും. ഞാൻ റോൾ ചെയ്യുമ്പോൾ പതുക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ കൈ ഇങ്ങനെ. അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നീളം വെച്ച് വരും. അപ്പോൾ ഇതേപോലെ നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സൈഡ് നോക്കി ഇതേപോലെ ഒന്ന് ഉള്ളിലേക്ക് നവർത്തി കൊടുക്കാം. അപ്പോൾ അവിടെയും ഒന്ന് കനം വെച്ചിട്ടിരിക്കും. ഇത് നമുക്ക് കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. അതായത് ഇത്രയ്ക്ക് ഉള്ളത് മതിയോ. ഇങ്ങനത്തെ ഓരോ പീസിൽ നിന്ന് നമുക്ക് 2 സമോസയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റാം. ഇത് ഒരെണ്ണം കുഞ്ഞിത് നമുക്ക് ലാസ്റ്റ് ഉണ്ടാകും. ഒരു ചെറിയ കുഞ്ഞ് സമോസ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 2, 4, 6, 8, 9 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൽ നിന്ന് 2 എണ്ണം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് 18 സമോസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. 2 കപ്പ് മാവ് എടുത്തിട്ടുണ്ടെങ്കിൽ. ഇനി എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ഇങ്ങനെ ഓരോ പീസ് മാവായിട്ട് എടുക്കാം. ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെയല്ലേ ഇരിക്കേണ്ടത്. ഇനി ഇതിനെ നമുക്കൊന്ന് റൗണ്ട് ആക്കിയിട്ട് കൊണ്ടുവരണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിങ്ങനെ എല്ലാ സൈഡിൽ നിന്ന് നോക്കി, സൈഡിൽ നിന്ന് മാത്രമല്ല ഇതിങ്ങനെ ഓരോ സൈഡ് ഇതേപോലെ നോക്കി അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഉള്ളിലേക്ക് ഇങ്ങനെ കുഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പായിട്ട് വരും. കണ്ടോ? ഈ സൈഡും കൊടുക്കുക, ഈ സൈഡും കൊടുക്കുക. സൈഡ് മാത്രമല്ല, ഇവിടെ കുറച്ച് ഇതുണ്ടാവും, ഗ്യാപ്പ് ഉണ്ടാവും, അതും കുഴിച്ച് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ കുഴിച്ച് കൊടുക്കുക. അപ്പോൾ അത് ഇവിടെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കുഴിച്ച് കൊടുക്കുന്നത് അതാണ് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക അവിടെ. ഓക്കെ. അപ്പോൾ നോക്കിയാൽ നമുക്ക് നല്ലൊരു റൗണ്ട് ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം നോക്കിയത് ഇങ്ങനെയായിട്ടോ ഇരിക്കുന്നത്. ഇത് നമ്മൾ പരത്താൻ വേണ്ടിയിട്ട് പോവാണ്. ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചപ്പാത്തി പോലെ ഉണ്ടല്ലോ ഇനി ഇതുമ്പോൾ ഓയിലാ പൊടി ഒന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ ഓയിൽ ചേർത്തേക്കണത് കൊണ്ട് തന്നെ ഇത് ഇനി അടിയിലൊന്നും പിടിക്കില്ല. അപ്പോൾ ഇനി ഇത് നമ്മൾ പരത്താൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിങ്ങനെ ഭയങ്കര കനം കുറച്ചിട്ട് നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര നൈസായിട്ട് ഇങ്ങനെ വരില്ല. അത്രയ്ക്ക് നൈസാക്കിയിട്ട് നമ്മൾ പരത്തിയിട്ട് എടുക്കണ്ട കേട്ടോ. ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്താം. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വെച്ചിട്ട് ഈ 2 സൈഡിലും കുറച്ചുകൂടി കനം ഉണ്ടല്ലോ അവിടെ നമ്മളൊന്ന്. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. ഇനി എന്ത് ചെയ്യണം? നമ്മൾ നല്ല നീളത്തിൽ ഇനി നമ്മൾ ഇതിനെ തിരിച്ച് മറിച്ചിടാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. എല്ലാ സൈഡും ഒന്ന് പരന്ന് ഒരു ലെവലായി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ നീളത്തിൽ പരത്താം. നീളത്തിൽ പരത്തുമ്പോൾ
ഓക്കെ ചിലപ്പോൾ ഒരു സൈഡ് അങ്ങനെ ചെറുതായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് നമ്മുടെ ചപ്പാത്തി പോലെ അങ്ങോട്ട് സൈഡിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ അതിങ്ങനെ കറക്റ്റ് ലെവലായിട്ടാണ് പൊക്കോളും. അപ്പോൾ ഞാനിങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കി ഇവിടെ ഇത്തിരി കനം കുറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പതുക്കെ ചപ്പാത്തി പോലെ ഒന്ന് സൈഡിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ അവിടെ ലെവൽ കറക്റ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇതിങ്ങനെ പരത്തിയെടുത്തുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഈ സൈഡ് ഒന്ന് ഷേപ്പിലാണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുറച്ച് സൈഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതവിടെ നല്ല കറക്റ്റ് ഷേപ്പിൽ വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ പരത്തിയിട്ട് എടുക്കുമ്പോൾ അത് അങ്ങനെ കൊണ്ടുപോയാൽ മതി. നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഇത് നമുക്ക് ലാസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഈ തുമ്പും പതുക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഈ ഒരു ഷേപ്പ് വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈ സൈഡൊന്നും നമ്മൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് 2 പീസായിട്ട് കട്ട് ചെയ്യാം. ആദ്യത്തെ കട്ടിങ്ങിൽ തന്നെ നല്ല ബലം വെച്ചിട്ടാണ് കട്ട് ചെയ്തോട്ടോ, കാരണം ഇത് നന്നായിട്ട് വിടണം. ഇനി ഞാനിവിടെ മൈദ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്, ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ എന്ത് ചെയ്യണം, ഈ നമ്മൾ ഈ കട്ട് ചെയ്തേക്കണ ഈ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡാട്ടോ നമ്മൾ ഇങ്ങോട്ടേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെക്കും. ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെക്കും. ഈ കട്ട് ചെയ്തേക്കണ ഈ പീസ്, ഈ സൈഡ്, ഈ കട്ട് ചെയ്തേക്കണ ഈ സൈഡാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നോക്കിക്കോട്ടെ, ഇതിങ്ങനെ ഭയങ്കര കനം കുറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ പൊട്ടി പോട്ടോ. അപ്പോൾ ഭയങ്കര കനം കുറയ്ക്കണ്ടായിരുന്നു. നോക്കി നമ്മളിങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ ഒരു കോൺ പോലെ ആക്കിയിട്ട് ഇവിടെ കണ്ടോ, ഈ ജോയിൻറ്റിൻ്റെ അവിടെ നേരെ ഇങ്ങനെ വരുന്നിടത്ത് നമ്മളിത് ഇവിടെ ഇങ്ങനെ വെച്ചു. കറക്റ്റ് അതുമ്പോൾ മുട്ടിയിരുന്നോട്ടെ. എന്നിട്ട് ഇവിടെ ഈ കോണുമായിട്ട് വരണില്ലേ ഈ മൂല, അവിടെ ഒന്ന് അമർത്തി കൊടുക്കുക. ഇനി നമ്മൾ ഈ സൈഡ് എടുക്കുക. ഈ സൈഡ് നമ്മൾ എടുത്തിട്ട് നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഇവിടേക്കായിട്ട് കൊണ്ടുവരുന്നത്, നമ്മൾ ഈ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടില്ലേ ഇവിടേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇവിടേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇതാ ഈ ജോയിൻറ്റ് നമ്മളിവിടെ ക്ലോസ് ചെയ്തു. ഈ ജോയിൻറ്റ് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഇത് ഈ സൈഡിലേക്ക് കൊണ്ടുപോകരുത് കേട്ടോ. ഈ സാധനം നമ്മുടെ കയ്യിലിരിക്കണില്ലേ ഈ തുമ്പ് നമ്മൾ സൈഡിലേക്ക് കൊണ്ടുപോകരുത്. കാരണം ഇത് നമുക്ക് ഇവിടെ ഫ്രണ്ടിലേക്കാണ് കൊണ്ടുവരേണ്ടത്. ഫ്രണ്ടാണല്ലോ നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് ഈ സൈഡിൽ കൂടെ ഇതാ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇത് ഇങ്ങോട്ട് വന്നു, ഇത് നേരെ ഫ്രണ്ടിലേക്ക് വന്നു. ഇതേപോലെ കൊണ്ടുവരണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡ് നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് അതെ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. ഈ സൈഡിൽ കൊണ്ടുവന്ന് വയ്ക്കും. ഈ സൈഡിലേക്കല്ല പോകേണ്ടത്, ഇത് സൈഡാണ്. ഈ സൈഡിലേക്കല്ല പോകേണ്ടത്, നമുക്ക് ഫ്രണ്ടിലേക്കാണ് കൊണ്ടുവരേണ്ടത്. എന്നാൽ മാത്രമേ ഫ്രണ്ടിൽ നമുക്ക് ഈ ഫ്രണ്ടിൽ ഈ കൂടുതലായിട്ട് എക്സ്ട്രാ നിൽക്കില്ലത്, ആ സൈഡാണ് നമ്മൾ ക്ലോസ് ചെയ്യാനുള്ളത്. അപ്പോൾ നോക്കിക്കോ, ನೋಡಿ ക്ലോസപ്പ് ആയിട്ട്. അപ്പോൾ നമ്മൾ നോക്കി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ മൂലയുടെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും. നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ കൊണ്ടുപോകരുത് കേട്ടോ പറഞ്ഞത്. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതാ നേരെ ഫ്രണ്ടിലേക്ക് വയ്ക്കാം. ഈ ജോയിൻറ്റ് വരണില്ലേ, ഈ ജോയിൻറ്റ് വരുന്നിടത്ത് നമുക്ക് കുറച്ച് മൈദയുടെ പേസ്റ്റ് വെച്ചിട്ട് ജസ്റ്റ് കുറച്ച് വെള്ളം മുക്കിയിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതവിടെ അങ്ങനെ ഒട്ടിയിരുന്നോളൂ. എന്നിട്ട് എക്സ്ട്രാ വന്നത് നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു. ഇനി ഇത് നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് തൊട്ടിട്ട് എടുക്കണ്ട കേട്ടോ. ഈ മൂലയുണ്ടല്ലോ, ഈ മൂല എടുത്തിട്ട് ഇങ്ങനെ പൊന്തിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് പോവില്ല. കണ്ട അങ്ങനെ എടുത്തു. എന്നിട്ട് നമ്മൾ ഇത് കയ്യിൽ പിടിക്കുക. കയ്യിൽ പിടിച്ച് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ തുറക്കുമ്പോൾ ഈ എൻഡിലല്ലായിട്ട് തുറക്കേണ്ടത്. എൻഡിൽ തുറന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ കൊണ്ട് വിട്ടുപോകും. അവിടെയാണ് നമ്മൾ പേസ്റ്റ് വെച്ച് ഒട്ടിച്ചത്. ഇതിൻ്റെ ഉള്ളിലെ ലെയറാണ് നമുക്ക് തുറക്കേണ്ടത്. ഇതാ ഉള്ളിലെ ലെയർ തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിങ് വയ്ക്കും. ഫില്ലിങ് വെച്ചിട്ട് അത് നമ്മൾ ക്ലോസ് ചെയ്യും. ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതേപോലെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ റെഡി ആക്കിയിട്ട് വെക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് ഓരോന്ന് എടുത്തിട്ട് ഫില്ലിങ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ എപ്പോൾ പിടിക്കുമ്പോഴായിരുന്നാലും ഈ കോണിൽ പിടിക്കുക. അപ്പോൾ നമുക്ക് ആ ഷേപ്പ് പോകാണ്ട് കിട്ടും. എല്ലാവരും ഇതേപോലെ ഫസ്റ്റ് റെഡി ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഫില്ലിങ് വെച്ചാൽ മതി. അതാണ് കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫില്ലിങ് വയ്ക്കാം. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നോക്കിയാൽ നമ്മളിത് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിയിലേക്ക് അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. പക്ഷേ അത് കുഴപ്പമില്ല, അത് നമുക്ക് ലാസ്റ്റ് നമുക്ക് റെഡിയാക്കാം. ഫുള്ളായിട്ട് അങ്ങോട്ട് അമർത്തി വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഇവിടെ ചിലപ്പോൾ ആകെ ചിലപ്പോൾ നിങ്ങൾ എടുത്ത് കഴിയുമ്പോൾ പൊട്ടിയൊക്കെ പോകും. അപ്പോൾ നോക്കിയാൽ ഒരു 3/4 ഭാഗം അതിൻ്റെ ഫില്ലിങ് ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇവിടെ കുറച്ച് കനം കുറഞ്ഞിട്ടിരിക്കണം, അവിടേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. അത് ഇറക്കണ്ട, കുഴപ്പമില്ല. ഈ അത് നമ്മൾ നോക്കിയാൽ ഒന്നല്ലെങ്കിൽ കയ്യിൽ വയ്ക്കാം, അല്ലെങ്കിൽ താഴെ വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഈ ക്ലോസ് ചെയ്യണില്ലേ ഇവിടെ
ഈ സൈഡായിട്ടോ നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അല്ലെങ്കിൽ ഇത് സൈഡിലേക്ക് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമോസയുടെ ഷേപ്പൊന്നും കിട്ടില്ല. ഇവിടെയും ഒരു എക്സ്ട്രാ പീസ് കുറച്ച് കിടക്കുന്നുണ്ട്. അത് ചിലതിനൊക്കെ അങ്ങനെ വരും, ചിലതിന് ചിലപ്പോൾ എക്സ്ട്രാ പീസൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇത് നമ്മൾ എടുത്തിട്ട് ഫസ്റ്റ് ഇത് നമ്മളിവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതവിടെ നമ്മൾ മൈദയുടെ പേസ്റ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല, അതങ്ങനെ ഒട്ടിയിരുന്നുള്ളൂ. എന്നിട്ട് ഈ മൈദയുടെ പേസ്റ്റ് വെച്ചിട്ടില്ലേ, അത് നമ്മൾ നോക്കി ഇതിങ്ങനെ വയ്ക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഈ 3 കോർണറുണ്ടല്ലോ, അത് അതിൻ്റെ ഷേപ്പ് പോവാണ്ട് എടുക്കാം. നമുക്ക് അത്യാവശ്യം കനം വേണം കേട്ടോ. ഭയങ്കര പേപ്പർ പോലെ ഇരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഇരിക്കില്ല. ഭയങ്കര കനം കുറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നോക്കി നമ്മളിങ്ങനെ നേരം കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ സൈഡിൽ വെച്ചു, ഇവിടെ വെച്ചു. അത്യാവശ്യം കനം വേണം കേട്ടോ. ഭയങ്കര പേപ്പർ പോലെ ഇരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഇരിക്കില്ല. ഭയങ്കര കനം കുറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നോക്കി നമ്മളിങ്ങനെ നേരം കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ സൈഡിൽ വെച്ചു, ഇവിടെ വെച്ചു. നമുക്ക് സമോസ നമുക്ക് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടാവട്ടെ കേട്ടോ. അത് നമുക്ക് ഇഷ്ടമുള്ള ഓയിലിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പം ഇനി നമ്മുടെ സമോസ നമ്മൾ ഓയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പോകണം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിവിടെ തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. കാരണം എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ശരിക്കും അങ്ങോട്ട്. ഞാനിവിടെ തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. കാരണം എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ശരിക്കും അങ്ങോട്ട്. ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡ് തിരിച്ചിടാം. അപ്പോൾ നോക്കിയേ, നമ്മുടെ സമോസ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സമോസ ഇരുന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടാറി കഴിഞ്ഞാലും ഈ സമോസ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കില്ലേ, അതേപോലെ തന്നെ ഇരിക്കും. നോക്കി, ഇത് നല്ലൊരു മുരിച്ചിലുണ്ടാവും കണ്ടോ. ഭയങ്കര ഹാർഡായിട്ടുള്ള ഇരിക്കുക, ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ഇരിക്കുക. സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മുരിഞ്ഞിട്ടൊരു സോഫ്റ്റായിട്ട് വരില്ലേ, അതേപോലെ ഇരിക്കും കണ്ടോ. ഇപ്പം നോക്കിയേ, നമ്മുടെ സമോസ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. സമോസ ഇപ്പോൾ ഇരുന്നിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ചൂടാറി കഴിഞ്ഞാൽ നോക്കിയാൽ ഇത് നല്ല മുരിച്ചിൽ പോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. മുരിഞ്ഞിരിക്കുന്നുണ്ട് ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞിരിക്കും. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഇതേപോലെ അല്ലേ ഇരിക്കുക. ചിലപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാകുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് വരില്ലേ, പക്ഷേ ഇതിൻ്റെ ഒരു ടെക്സ്ചർ അതേപോലെ വരും.